ഇതൊന്നും ക്യാമറയിൽ ഇത് ഇടരുത് കേട്ടോ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും കഥ. മറ്റേ എന്റെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞ കല്യാണി പ്രിയദർശൻ എന്റെ അടുത്ത് ആദ്യം പറഞ്ഞ കല്യാണി പ്രിയദർശൻ എന്നുള്ള ആരാ പറഞ്ഞില്ല, അതിന്റെ ഫസ്റ്റ് ആ ഒരു സിമിലാരിറ്റി എന്റെ കേസിലുണ്ടെന്ന് ഫസ്റ്റ് ഇന്ന് ദേവസേനൊക്കെ പറഞ്ഞു അനുഷ്ക അത്ര അൺറൊമാൻറ്റിക് മൂരാച്ചി കേട്ടോ. ഒന്നാമത് റൊമാൻസ് ഞാൻ പുറത്ത് കാണിക്കുന്നില്ല, ഇനിയിപ്പോ പുറത്ത് തീരും പറയത്തില്ല. ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്, ടെൻഷൻ ഉണ്ട്. എല്ലാവരും എന്നോട് ചോദിച്ചാൽ ഇന്നത്തെ ദിവസം എനിക്ക് എന്താ ഫീൽ ചെയ്യുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. എനിക്ക് ആ മൊമെന്റിന് വേണ്ടിയിട്ട് ഞാൻ കുറേ കാലം ലിറ്ററലി മാനിഫെസ്റ്റ് ചെയ്തൊരു മൊമെന്റ് ഉണ്ട് ഇന്നത്തെ. അത് ആക്ച്വലി വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഇത് ഇവക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എന്നെക്കാളും എക്സൈറ്റ്മെന്റ് ഇവക്ക് ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോഴൊക്കെ ഇതിങ്ങനെ നമ്മുടെ ഡേ ആണ് വരുന്നത് അങ്ങനെ പറഞ്ഞു. അപ്പൊ എന്റെ എക്സൈറ്റ്മെന്റ് സത്യം കുറഞ്ഞു. ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ തിങ്ക് ചെയ്യാൻ തുടങ്ങി, ഇത് എന്തായിരിക്കും, ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും. അങ്ങനെ തിങ്ക് ചെയ്ത് എനിക്ക് ഏകദേശം ഒരു പിക്ചർ കിട്ടി, ഇതിങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഓൾമോസ്റ്റ് ഞാനത് കണ്ടപ്പോൾ എനിക്കതിൻ്റെ ക്യൂരിയോസിറ്റി സത്യം പറഞ്ഞാൽ കുറഞ്ഞു. പിന്നെ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത പോലെ തന്നെയായിരുന്നു എല്ലാം. ഇനി എനിക്കതിരുന്ന് റഷ് ആയിരിക്കും, ഇതൊക്കെ ഉണ്ടാവും, ഇതൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്ത സംഭവം തന്നെയായിരുന്നു. പാവാണ്, നല്ല ബിഹേവിയറാണ്, എൻ്റെ ക്യാരക്ടറാണ്, എന്താ പറയുക, ഭയങ്കര കുഴപ്പമൊന്നുമില്ല, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്, അത്രേ ഉള്ളൂ. എനിക്കിനി ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല, ഞാനത് മിനിമമായിട്ടുള്ള ചെറിയ അപ്പോൾ അതിന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്.